പരിവൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. സന്ധ്യയുടെ കഥ പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് മണികണ്ഠൻ്റെ വാക്കുകൾ കൂടെ കേൾക്കേണ്ടിയിരിക്കുന്നു. സന്ധ്യയുടെ ഭർത്താവായ മണികണ്ഠനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മണികണ്ഠൻ അല്ലേ? മണികണ്ഠനെ കുറിച്ച് എല്ലാം കേട്ടു, സന്ധ്യ പറയുന്ന എല്ലാം ഞങ്ങൾ കേട്ടു. മണികണ്ഠൻ നല്ലൊരു മനുഷ്യനാണ്, നല്ല ഭർത്താവാണ്, നല്ല അച്ഛനാണ് എന്നൊക്കെ സന്ധ്യ പറയുന്നു. എന്താ ജോലി ചെയ്യുന്നത്? റബ്ബർ ടാപ്പിംഗ് ആണ്. റബ്ബർ ടാപ്പിംഗ് അല്ലേ? ഒരു ദിവസം എത്ര രൂപയാണ് അതിനൊക്കെ? ഒരു മരത്തിന് ഒരു 1.5 രൂപയാണ്. 1 രൂപ. എത്ര മരം നോക്കും? 500 മരമൊക്കെ കിട്ടും ഒരു ദിവസം. ഓ, അത്രത്തോളം കാശൊക്കെ ഉണ്ടാക്കും. നല്ലൊരു കാണാൻ നല്ലൊരാളൊക്കെയാണല്ലോ. മദ്യപിക്കോ? കഴിക്കാം, അങ്ങനെ സ്ഥിരമൊന്നുമില്ല, മാസത്തിലൊക്കെ ചില സമയങ്ങളിൽ മാത്രം. അയ്യോ, പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല നിങ്ങളെങ്ങനെയൊക്കെ ഭാര്യയൊക്കെ ഉപദ്രവിക്കുന്ന ഒരാളാണെന്നൊക്കെ കണ്ടാൽ. ഒരു സുമുഖനായൊരു നല്ലൊരാൾ എന്തിനാ മദ്യപിച്ച് ഭാര്യ ഉപദ്രവിക്കുന്നേ? അതല്ല, ഭാര്യ ഒന്ന് സാധാരണമാണ്, എന്തെങ്കിലും പറഞ്ഞാലും കേൾക്കൂല, അതാണ്. ആര്? ഭാര്യ തന്നെ. അതിനടിക്കാമോ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാലും ഞാൻ ഒഴിവായി പോകും. ചില സമയങ്ങളിൽ അവിടെ എവിടെയും പോയിരിക്കും, അങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ പറയും. എന്താ പറഞ്ഞാൽ കേൾക്കാത്തത്? എന്താ പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരാ ചോദിക്കാൻ, എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ വിട്ടോടെ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ ഭർത്താവായി കഴിഞ്ഞ് പറഞ്ഞ് അംഗീകരിക്കേണ്ടതൊക്കെ. എവിടെയാ പോണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമില്ലാത്ത അവിടെ എവിടെയും കൂട്ടുകാരൻ്റെ അടുത്താണെങ്കിലും ഒരു സമയമുണ്ട്, ഒരു പരിധി. അല്ലെങ്കിൽ ഒരു വഴിയിൽ വെച്ച ഒരു കൂട്ടുകാരനെ കണ്ടു, ഒരു 5 മിനിറ്റ്, ശരി എൻ്റെ കുടുംബമാണ്, എനിക്ക് അവിടെ പോകണം, അത് വിചാരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് അവിടെ അല്ല 1 മണിക്കൂറോ 1 മണിക്കൂർ 2 മണിക്കൂറാണെങ്കിലും അവിടെ സംസാരം കഴിഞ്ഞിട്ടൊക്കെ. എത്ര സമയം എടുക്കും അവിടെ പോയിട്ട് വരാൻ? ചിലപ്പോൾ 12 മണിക്കൊക്കെ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പം അത്ര നേരമാണെങ്കിൽ ഒരു വർത്താനം പറഞ്ഞ ഒരു 15 മിനിറ്റ് അങ്ങനെയാണോ സന്ധ്യ? ഞാൻ 12 മണിക്കൊന്നും വരെ ഇരിക്കാറൊന്നുമില്ല. ഞാൻ ഇച്ചിരി നേരം വർത്തനം പറഞ്ഞു വരും ഞാന്. അല്ല, അതിനൊക്കെ അടിക്കോ? അതിനൊന്നും അടിക്കൊന്നുമില്ല. പിന്നെ എന്തിനാ അടിക്കുന്നത്? ഇത് പറഞ്ഞാലും എന്തെങ്കിലും കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ കുറെ തട്ടുത്തരം പറയും, എന്നെ ചീത്തയൊക്കെ വിളിക്കും. എന്തെന്ന് ചീത്ത വിളിക്കും? മോശമായിട്ട് എന്താ കേൾക്കാൻ കുടിച്ചോണ്ട് വരുമ്പോഴല്ലേ ചീത്ത വിളിക്കുന്നത്? അല്ല, അങ്ങനെയല്ല, അല്ലാതെ പറയുകയൊക്കെ ചെയ്യും. കുടിച്ചിട്ട് വന്ന ഒരു ഭയങ്കര അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുടിച്ച് വന്നാലും അവൾക്ക് അറിയാലോ, ഞാൻ എപ്പോഴും കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും ഉണ്ടായില്ല. ചില സമയങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്നോട് ഈ വഴക്കിന് വന്നത് ഞാൻ മോശം അങ്ങനെ കുടിക്കണ്ടേട്ടാ, അങ്ങനെയൊക്കെ ഞാൻ പറയാട്ടനോട് കുടിക്കണ്ട എന്ന് പറയും. ദേഷ്യത്തിന് 2 വാക്കുകൾ പറഞ്ഞെന്ന് വെച്ചേക്ക്, ചീത്തയായിട്ട് തന്നെ പറഞ്ഞു. അതിനടിക്കോ? അങ്ങനെ അടിക്കാൻ പാടില്ല. എങ്ങനെ പെണ്ണുകൾ അടിക്കാമോ? അങ്ങനെ അടിക്കാമോ? അപ്പൊ അവര് കയറി അടിച്ചൂടെ? അവരടിക്കോ നിങ്ങളെ? അടിക്കും. അവിടെ കയ്യിലൊക്കെ അടിച്ചു, ഇവിടെ കടിച്ചു, ഇവിടെയൊക്കെ കടിച്ചു. ശരി, ദേഷ്യത്തിലൊന്ന് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ എത്ര അടി ഞാൻ മേടിക്കുന്നുണ്ട്, എത്ര അടി തലക്കിട്ട് അടിക്കണ്ട തന്നെ. ഇത് 2 പേരും ഭാര്യ ഒരു അടിമയൊന്നല്ല, അത് മനസ്സിലാക്കിയോളൂ. ഭാര്യ അടിമയല്ല. നിങ്ങൾ ഇവരെ അടിക്കാൻ പാടില്ല, നിങ്ങൾ അവരെ അടിക്കാൻ പാടില്ല. എന്തിനാ അത് കഴുത്തിൽ വെട്ടിയത്? കഴുത്തിന് വെട്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ വാക്കത്തെ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായപ്പോ അങ്ങനെ തട്ടിയതാണ്. ആണോ? പിടിവലിയിലാണോ? വെട്ടിയതാണ്. ഇങ്ങനെ ഇരിക്കും. അതൊക്കെ വെട്ടിയതാണെങ്കിൽ കഴുത്തിന്റെ പകുതി കണ്ടോ? നല്ല പാട് കാണുന്നുണ്ടല്ലോ. എത്ര വലിയ പാടാ കാണുന്നത്. അതിപ്പോ എന്തായാലും ചെറുതായിട്ട് അവളുടെ കയ്യിലുണ്ടല്ലോ, അവിടെ അങ്ങനെ ബ്ലേഡ് കൊണ്ട് കൈ മുറിച്ച്, അതേപോലെ ചെറുതായി മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തടിച്ചു നിൽക്കും അവളുടെ ശരീരം. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിരുന്നു അല്ലേ? കൊണ്ടുപോയാണ്. എത്ര 15 ദിവസം കിടന്നില്ലേ? നിങ്ങൾക്കല്ലേ, നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളോട് ജീവിക്കാൻ വന്നൊരു സ്ത്രീയല്ലേ, അങ്ങനെ ചെയ്യാമോ? ഏട്ടൻ ചെയ്തതിന്റെ വേദനയാണ് ഞാൻ ഇപ്പോൾ തലകർക്കും തലവേദന കൊണ്ട് നടക്കുന്നത്. ഇവിടേക്കൊക്കെ വേദനയായിട്ട് ഞാൻ നടക്കുന്നത്. നിങ്ങളുടെ മക്കൾ ഇതൊക്കെയല്ലേ കണ്ടു വളരുന്നത്. മണികണ്ഠൻ പറ, ഇത് ശരിയാണോ ചെയ്തത്? ശരിയല്ല. ഇതൊക്കെ കുടിയുടെ പുറത്താണോ? എല്ലാം കുടിയുടെ പുറത്ത് ഞാൻ ഇരിക്കാൻ പറ്റില്ല. കുടിച്ചിട്ടാണല്ലോ അടിച്ചത്? കുടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അവളും നമ്മൾ കുടിക്കാത്ത സമയത്തൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ അവൾക്ക് അംഗീകരിക്കില്ല. എന്താ അംഗീകരിക്കാത്ത കാര്യങ്ങള്? അംഗീകരിക്കാത്ത പറയും വീട്ടില് ഇങ്ങനെ പോലെ നമ്മൾ വരുന്ന സമയത്ത് ഭക്ഷണങ്ങൾ മെയിൻ, അതുപോലെ പിള്ളേർക്കാണെങ്കിലും അതൊന്നും
ചെയ്യില്ല. ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കില്ലേ? ഏട്ടനോട് എന്നോട് പറഞ്ഞു വഴക്കിട്ട് ഞാൻ എൻ്റെ അരി എടുക്കണ്ട, ഏട്ടൻ ചെയ്ത ചിലപ്പോൾ എന്നോട് ചെയ്യണ്ട പറയും. അപ്പം ഞാൻ ചോറ് വെക്കാറില്ല. അതൊക്കെ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനൊക്കെ അടിക്കാമോ മണികണ്ഠ? എന്റെ ചിലവല്ല, അരി എടുക്കണ്ട, അത് എടുക്കണ്ട, ഇത് എടുക്കണ്ട. അപ്പൊ ഞാൻ എടുക്കൂല, ചോറ് തിന്നാവൂല. ആന്റി ഇതൊക്കെ കുടുംബത്തിലുള്ള കൊച്ചു കൊച്ചു എല്ലാ കുടുംബത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് പറഞ്ഞാലും ശരി, ഇതാ അപ്പൊ പറയും ഇത് എനിക്കിത് കേൾക്കേണ്ട താമസമല്ല, സുഖമാണല്ല, മിണ്ടാണ്ട് കിടക്കാലോ ഇരിക്കാലോ പറയും. അപ്പൊ ഇവരല്ലേ ഭക്ഷണം വയ്ക്കുന്നത് വീട്ടില്? ഇല്ല, ഞാനേ വയ്ക്കും. ചില സമയങ്ങളിലൊക്കെ ഞാനേ വയ്ക്കാറുള്ളൂ. പിണങ്ങിയിരിക്കുമ്പോ അല്ലല്ല, അല്ലാത്ത സമയത്തും ഞാൻ തന്നെ വെക്കും. പിണങ്ങിയിരിക്കുമ്പോ ഏട്ടൻ ചോറ് വെക്കാറില്ല. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ ചെയ്യാറ്. ഞാൻ പിണങ്ങി എന്നോട് അരി എടുക്കണ്ട പറയും, ഞാൻ അരി എടുക്കൂല, വെക്കൂല, ഒന്നുമില്ല, ഞാൻ പട്ടിണി ഇരിക്കും. അപ്പൊ ഏട്ടൻ തന്നെ ഭക്ഷണം കുട്ടികളും അച്ഛനും മാത്രം കഴിക്കും. അപ്പൊ സന്ധ്യ കഴിക്കില്ല. അതെന്താ? കഴിക്കാൻ പറയില്ലേ? അരി ഇടണ്ടെന്ന് എടുക്കണ്ട പറയുമ്പോ, സാധനം എടുക്കണ്ട പറയുമ്പോ ഞാൻ എടുക്കാറില്ല. ഓ, വാശിക്കാരിയാണോ? ഇത്രയും വാശിയാണോ? ഭർത്താവല്ലേ, ഇത്രയും വാശി വേണോ സന്ധ്യയെ? എന്തിനാ അരി എടുക്കണ്ടെന്ന് പറയുന്നത്? അത് ഏട്ടനറിയാം, ഏട്ടനെ എടുക്കണ്ട പറയുമ്പോ ഞാൻ എടുക്കാറില്ല. എന്റെ പറയും എന്ത് അംഗീകരിക്കാൻ എന്ത് ഇപ്പൊ കേൾക്കുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ പറയും. ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിലും കഴിക്കാവാ പറഞ്ഞ് അങ്ങനെ പറയും. ഞാൻ പറയും കഴിക്കില്ല. എന്നാ നീ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പിള്ളേരും കൂടി കഴിച്ച് ഞങ്ങൾ കിടക്കാൻ പറയും. ചില സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ കഴിഞ്ഞ് കുറച്ചു നേരം കൊണ്ട് പണക്കുണ്ട്, അത് കഴിഞ്ഞ് ഏട്ടാ ശരി വാ നമുക്ക് കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വരും. അപ്പൊ ദിവസം കുടിക്കോ? ദിവസമൊന്നും കുടിക്കില്ല. നിങ്ങളെ കണ്ട അങ്ങനെ കുടികാരനായിട്ട് തോന്നില്ല, അതാ ചോദിക്കുന്നത്. അവൾക്കറിയാം ഞാൻ ദിവസമൊന്നും കഴിക്കില്ല. കുടിച്ചിട്ട് വന്ന് അടിക്കും. കുടിച്ചിട്ട് വന്ന അങ്ങനെയൊന്നും ഇതില്ല. അടിക്കാൻ വേണ്ടിയാണോ കുടിക്കുന്നത്? അല്ല അടിക്കാൻ വേണ്ടിയല്ല. ആ വാശി മനസ്സിൽ വെച്ചിട്ട് ധൈര്യത്തിനാണോ കുടിക്കുന്നത്? അല്ല. സന്ധ്യയുടെ അച്ഛൻ്റെ കഥയൊക്കെ അറിയില്ലേ മണികണ്ഠൻ? അറിയാം. പിന്നെ അങ്ങനെ അവരെ അങ്ങനെ ഉപദ്രവിക്കാമോ? എന്ത് പാവയല്ലേ? നിങ്ങളുടെ ഭാര്യയല്ലല്ലോ, നിങ്ങളുടെ ഭാര്യയാണല്ലോ. എന്തിനാ ചുടുകല്ല് വെച്ച് അടിച്ചേ? ചുടുകല്ല് വെച്ച് അടിച്ച് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പണി കഴിഞ്ഞ് വന്നു. പണി കഴിഞ്ഞ് അന്ന് പണിക്ക് പോയ സമയത്ത് രാവിലെ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു പണിസ്ഥലത്തേക്ക്. അന്ന് ഭക്ഷണം കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ വൈകുന്നേരം വരെ വയസ്സിട്ട് പണിയെടുത്തത്. അപ്പൊ നീ എന്താ ഭക്ഷണം കൊണ്ടുവന്നില്ല പറഞ്ഞു. രാവിലെ അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 10 മണിയായിട്ടും കണ്ടില്ല, 12 മണിയായിട്ടും കണ്ടില്ല. അപ്പൊ ഞാനൊരു 3 മണിയാകുമ്പോൾ പണി നിർത്തി വന്ന് വീട്ടിൽ വരുമ്പോൾ ആ കട്ടിൽ മിണ്ടാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഭക്ഷണം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കഴിഞ്ഞ് ഞാൻ പോയി മോലാളിൻ്റെ അവിടെ പോയി പൈസയും വാങ്ങിച്ച് വന്നു. ഒരു 9-10 മണിയാകുമ്പോൾ വന്ന സമയത്ത് ഇവർ ഭക്ഷണം കഴിച്ച് മക്കളും ഇവളും കിടന്നു. നല്ല കുടിച്ചിട്ടാ വന്നത്? ഇല്ലല്ല, അങ്ങനെ അത്രയല്ല, ഒരു 2 സ്മോൾ കഴിച്ചിട്ട് വന്നിട്ടുള്ളൂ. എത്ര? 2 സ്മോളേ കഴിച്ചു. അപ്പൊ വന്നിട്ട് ഭക്ഷണം ഇല്ലല്ല ഇപ്പൊ ഭക്ഷണം താ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ വിളമ്പി തിന്നോളി പറഞ്ഞു. ഞാൻ കിടക്കട്ടെ പറഞ്ഞു. അപ്പോൾ വിളമ്പി തന്നത് അങ്ങനെ നിലത്ത് പ്ലേറ്റ് അങ്ങനെ ഇട്ടു. അപ്പൊ ചോറൊക്കെ ചെതറിപ്പോ എങ്ങനെയാ നമുക്ക് അധ്വാനിച്ച് വരുന്ന സമയത്ത് എങ്ങനെ ചോറ് തരുന്ന ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ വലിച്ചിട്ട പോലെ ആയി ചോറൊക്കെ പോയി. ഇങ്ങനെ തരുന്ന സന്ധ്യ ഞാൻ ചോദിച്ചു. അവരാണോ വലിച്ചിട്ട്? അവള് വലിച്ചിട്ട് വേണമെങ്കിൽ എടുത്തു തന്നോ പറഞ്ഞിട്ട് ഇങ്ങനെ. എന്തായിരുന്നു ദേഷ്യം? അന്നത്തെ ദേഷ്യത്തിന് കാരണം? ദേഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞു പുറമേ നീ എവിടേക്കും പണിക്ക് പോകണ്ട പറഞ്ഞു. എവിടെ ജോലിക്ക് പോണ്ട? തൊട്ടടുത്ത് ഒരു സാറുണ്ട്, ഉമ്മർ സാറ് പറഞ്ഞു അവിടേക്ക് പണിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു പലപ്പോഴും പണിക്ക് പോകണ്ടെന്ന്. ഈ പണിക്ക് പോകേണ്ട സമയത്ത് ഞാൻ ഒരു ദിവസം ഇന്നലെ എനിക്ക് പണിയില്ലായിരുന്നു. പണിക്ക് പോയി ഞാൻ പോയപ്പോൾ സമയത്ത് ഇങ്ങനെ 1 കിലോ മീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ബൈക്കിൽ വന്നു സമയത്ത് വീടിന്റെ കൂടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. അന്ന് ഇവള് പണിയില്ല പറഞ്ഞു. അപ്പൊ ശരി നീ വരണ്ടാ വെച്ചു വീട്ടിലേക്ക്. അപ്പൊ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി മീനെ കഴുകി നോക്കുന്ന സമയത്ത് 12 മണിയായിട്ടും ഇവള് വന്നില്ല, വീട്ടിലേക്ക് വന്നില്ല. അപ്പോൾ എവിടെയുണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അപ്പുറത്ത് അവിടെ വർത്താനം പറഞ്ഞു. ഞാൻ അവിടെ പിറ്റേ ദിവസം ചോദിച്ചു പറഞ്ഞപ്പോൾ ഇവള് ഇവിടെ വന്നിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ സമയം വരെ ഇവള് അവിടെ പോയി. എവിടെ പോയിരുന്നു? അത് എനിക്ക് അവളുടെ അടുത്ത് തന്നെ ചോദിക്കണം. കള്ളം പറയണ്ട. അടികൂടിയൊന്നും ഞാൻ ഒരു കമ്മല് തൊഴിലുറപ്പിന് പണിക്ക് പോകണ്ടായിരുന്നു. ഞാൻ അപ്പൊക്ക് കുറച്ച് പൈസ കരുതി വെച്ചിട്ടുണ്ടായി. ആ പൈസക്ക് ഞാൻ കമ്മല് മേടിക്കാൻ പോയി. കമ്മല് പോയി മേടിച്ച് വന്നു കഴിഞ്ഞപ്പോ കമ്മൽ 2 വേറെ ആയിരുന്നു. അത് വീണ്ടും ഈ വഴക്കിന്റെ അന്ന് കാലത്ത് ഞാൻ 2ാമത് പോയി കമ്മല് മേടിച്ചിട്ട് ഇരുന്ന് ഞാൻ അടുത്തുള്ള ചേച്ചിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിന് ചേച്ചി ഞാൻ മേടിച്ച കമ്മൽ പറഞ്ഞ് കാണിച്ചു, ഇത്തിരി വർത്തനം പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. വാശിക്കാരിയാണല്ലേ? ഒരു വാശിയാണ്. ഒരു ജീവിതത്തിനെ വാശി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, അറിയാമോ? താന്നു പോണം, ഭർത്താവായാലും ഭാര്യ ആയാലും. അപ്പൊ എന്താ പരാതി നിങ്ങൾക്ക് ഭാര്യയുമായിട്ട്? എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കേൾക്കണേ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അവള് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കേൾക്കുകയും ചെയ്യും. സന്ധ്യ എന്ത് സ്വഭാവമാണ് മാറ്റേണ്ടത്? അടുത്ത വീട്ടിൽ പോയി സംസാരിക്കാൻ പാടില്ലേ?
അതിന് ഞാൻ അങ്ങനെ തർക്കിച്ച് ഞാൻ പറയാൻ പറ്റില്ല. പിന്നെ ജനങ്ങളായിട്ട് ഒരു സമ്പർക്കമൊക്കെ വേണമല്ലോ. വേണം, അതെ. വേണം. ആ, അതിന് ഞാൻ പറയില്ല. പിന്നെ എന്താ വേണ്ടാത്ത? പിന്നെ ഇങ്ങനെ പറയും. ഇപ്പോൾ ഞാൻ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും. വീട്ടിൽ വന്നിരുന്നാലും പറയും എനിക്ക് എവിടെയെങ്കിലും അവിടെ പണിക്ക് വേണം, ഇവിടെ പണിക്ക് വേണം, അവിടെ പണം. ഒരൊറ്റ വിചാരമുള്ള ഈ സ്ഥലത്തേക്ക് മാത്രം പണിക്ക് പോകണം. അപ്പം എനിക്ക് പുറമെ എവിടെയും വേറെ പണിക്ക് പോകാൻ പറഞ്ഞു. ഏത് സ്ഥലത്തേക്ക് പണിക്ക് പോകണം? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകണമെന്നാ പറയണം. അയാളുടെ വീട്ടിലേക്ക് മാത്രം, അവിടുത്തെ മാത്രം പോകണമെന്നാ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു പുറമെ എവിടെ വേണമെങ്കിൽ പോയിക്കോ, എനിക്ക് ഇഷ്ടമുള്ള അവിടെ പോയി പണിക്ക്. പക്ഷെ ഇവിടെ മാത്രം പോകണ്ടെന്ന് പറയും ഞാൻ. അതെന്താ സന്ധ്യ? ഞാൻ എവിടെ പണിക്ക് പോയാലും രാത്രിയാണെങ്കിൽ ശരി, എവിടേക്ക് പണിക്ക് പോയാലും സംശയമാണ് ഏട്ടനെ. എവിടെ പോയാലും ഇന്ന സ്ഥലത്തൊന്നും ഇല്ല, എവിടെ പോയാലും ഏട്ടൻ പണിയെടുത്ത സ്ഥലത്താണ് ഞാനും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ സാർ എന്നെ പണിക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. ഏട്ടൻ അവിടുത്തെ പണി കാട്ടി കളഞ്ഞിട്ടാണ് ഏട്ടൻ ഇപ്പം അവരോട് ദേഷ്യം. മര്യാദയ്ക്ക് റബ്ബർ വെട്ടാൻ പോകാണ്ട് 2 സ്ഥലത്ത് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നു, 2 സ്ഥലത്ത് റബ്ബർ ഏട്ടൻ പോകാണ്ടിരുന്നു. ശരിയാണോ? ശരി തന്നെ മാഡം. അത് പറഞ്ഞ് ഞാൻ ഒരുപാട് അധ്വാനമുണ്ട്, സഹായിച്ചു തരിക, അതൊന്നും ചെയ്യില്ല. പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പണി സ്ഥലത്ത് വന്നിട്ട് പാലെടുക്കുക, ഇതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണ്. ഇതൊന്നും ചെയ്തു തരില്ല. വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളി, നിങ്ങൾക്കല്ല അത്. അങ്ങനെയൊക്കെ അതുകൊണ്ടാണോ ഈ വഴക്കും അടിയും പിടിയും തലയിട്ടടിയും? ഇല്ല, അങ്ങനെ ഇതില്ല. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ്, ദേഷ്യം വന്നു. 15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ഈ പെണ്ണ് മരിച്ചു പോയില്ലെങ്കിൽ മണികണ്ഠൻ ജയിലിൽ പോയില്ലായിരുന്നു. 3 പിള്ളേർ അനാഥരാവില്ല. ഭാര്യ അടിക്കരുത് കേട്ടോ, എന്തൊക്കെയാണെങ്കിൽ ശരി. എന്ത് വഴക്കുണ്ടാക്കാം? എന്തിനാ അങ്ങനെ അടിക്കരുത്, ഒരിക്കലും അടിക്കരുത്. എന്തിനാ ഈ കുടിക്കുന്നത്? നിർത്തിയോ? എന്താ സന്ധ്യ പറഞ്ഞപ്പോ കൂടി നിർത്തിയെന്ന്. എനിക്കിപ്പോ എങ്ങനെ ഉറപ്പ് വരണേ? ഏട്ടൻ കൂടി നിർത്തിയ കൂടില്ല. ഞാൻ ഏട്ടൻ്റെ കൂടെ പോയി ഏട്ടൻ കുടിച്ചാലോ? ഇനി ഞാനിപ്പോൾ സ്വയം തീരുമാനിച്ചു എനിക്കിപ്പോൾ നന്നാകണമെന്ന്. അപ്പം അത് കാരണം ഞാൻ എല്ലാം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ആരോടെയാ? പിള്ളേർ ശിശുഭവനിലാണ്, ആലുവ. എന്താ പിള്ളേർ നിങ്ങളെ അച്ഛൻ അമ്മയുള്ളപ്പോൾ നിങ്ങളുടെ ശിശുഭവനെ കൊണ്ട് വിടേണ്ട ആവശ്യം എന്താ? ഞാനെല്ലാം അതോ അനാഥ പിള്ളേരല്ലേ? നിങ്ങളൊക്കെ നല്ല അച്ഛനും അമ്മയൊക്കെ നല്ല കല്ല് പോലെ ഇരിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്താ കുറവ്? സന്ധ്യയ്ക്കും കുട്ടികൾക്കും അഭയം നൽകിയിട്ടുള്ള ആലുവ ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോൾ നിങ്ങളാണ് ഇവർക്ക് അഭയം നൽകിയിട്ടുള്ളത് അല്ലേ? പിള്ളേരൊക്കെ കൂടെ ഉണ്ട്. സന്ധ്യയും 3 മക്കളുണ്ട്. സന്ധ്യ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്, അവിടെ പ്രശ്നമൊന്നുമില്ല. അത് ഒരുപാട് ഭർത്താവിനെ കുറിച്ചുള്ള ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞു, പക്ഷെ വലിയ സ്നേഹമുള്ള ആളാണെന്നും പറഞ്ഞു. സന്ധ്യ എപ്പോഴും ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് നല്ല മനുഷ്യനെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം ഉപദ്രവിക്കും. ആ ഉപദ്രവത്തിന് ഒരു എന്താ പറയുക, ഭയങ്കര കഠിനമായ ഉപദ്രവമാണ്. അപ്പോൾ അതാണ് സന്ധ്യക്കുള്ള പ്രശ്നം. ഇപ്പൊ പേടിയാണ് ശരിക്കും പറഞ്ഞ ഭർത്താവിന്. ഞങ്ങളുടെ അനുഭവത്തിൽ മാഡം സന്ധ്യയെ കുറിച്ച് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അവിടുത്തെ കുട്ടികൾക്കും ഭയങ്കര നല്ല അഭിപ്രായമാണ്. ശരിക്കും നല്ലൊരു എന്താ പറയുക, ഒരു എളിമയുള്ള ഒരു സ്ത്രീയാണ് സന്ധ്യ. എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. സാധാരണ ഈ അമ്മമാർ വന്നു കഴിഞ്ഞാൽ കുരുട്ട് കുത്താറുണ്ട് ഞങ്ങളോടും. ഇത് യാതൊരു കുരുട്ടില്ല, എല്ലാവരെയും ഫ്രീ നന്നായിട്ട് നോക്കുന്ന നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, സന്ധ്യ ശരിക്കും പറഞ്ഞാൽ നല്ല ജോലിയൊക്കെ ചെയ്യും, നല്ല മിടുക്കിയാണ്. നന്നായിട്ട് കുട്ടികളെ നോക്കുന്നുണ്ട്. മറ്റു കുട്ടികളൊക്കെ മണികണ്ഠൻ പറയുന്നത് ഭയങ്കര മടിച്ചിയാണെന്ന്. അയ്യോ, അത് വെറുതെ പറയുന്നത് പാവം. ഞാൻ നോണ പറയേണ്ട ആവശ്യമില്ല, സത്യമാണ്. വീട്ടിലൊക്കെ ഭയങ്കര മടിയാ പണി ചെയ്യാനൊക്കെ, വീട്ടു ജോലി അടക്കം ചെയ്യാനൊക്കെ നല്ല മടിയാ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം നമ്മൾ. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുത്തേക്കാം. അവരവരുടെ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യട്ടെ, അത് സാരമില്ല. അതൊരു വലിയൊരു കാര്യമാണ്. അതൊക്കെ പാത്രമൊക്കെ നാളെ ചെയ്ത് വാഷിംഗ് ചെയ്യാൻ പറ്റില്ല. അത് പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? നിങ്ങൾ പോയി ജോലി ചെയ്ത് നിങ്ങളെ കൊണ്ട് കാശ് കൊടുത്തിട്ട് നേരത്തേക്ക് ചോറും കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ പോരെ? അവരവരുടെ വീട്ടിൻ്റെ കാര്യങ്ങൾ അവർ നോക്കട്ടെ. നമ്മളിതിൽ കൂടുതൽ ഇടപെട്ടാലുണ്ടോ അവർക്കൊരു വാശി വരും. സന്ധ്യക്ക് ഭയങ്കര പേടിയാണ് സാറേ. അതാണ് ഈ അക്രമം ചെയ്യുന്നത് ഭയങ്കര കട്ടിയാണ്. കേസ് എന്ന് പറയുന്നത് പോലീസ് പറയുന്ന അത്രേ ഉള്ളൂ. അതൊന്നും കേസൊന്നും ആയിട്ടില്ല. ചുമ്മാ പറഞ്ഞു. പക്ഷെ എനിക്ക് പരാതി പറഞ്ഞത് എന്താ ഈ കൊച്ചു പരാതി പറഞ്ഞത്? ഇദ്ദേഹത്തിന് പരാതി ഇത്രേ ഉള്ളൂ. ഈ നിശ്ചയിക്ക് ഇടിച്ച തലച്ചോറൊക്കെ ഇങ്ങനെ ആയതായിട്ട് ഷെയ്ക്കായിട്ടേ തല കറങ്ങലും പ്രശ്നം. ഡോക്ടർ പറഞ്ഞത് കുറെ ആളത്തേക്ക് റെസ്റ്റ് കുട്ടികളൊന്നും ഉപദ്രവിക്കില്ല അല്ലേ? മണികണ്ഠനോ? കുട്ടികൾ ഉപദ്രവിക്കുന്നതിനോട് പറഞ്ഞല്ലോ അങ്ങനെ സംഭവം. കുട്ടികളൊന്നും ഉപദ്രവിക്കില്ല, അമ്മയെ ഉപദ്രവിക്കില്ല, ആരും ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കാനുള്ളേ ഒരേ ആള് ഭാര്യയാണ് അല്ലേ? വന്നാൽ ഇടിക്കാൻ. നല്ല ജിം ശരീരമല്ലേ, വന്നിട്ടുണ്ടെങ്കിൽ ഇടിക്കാൻ ഒരാൾ വേണം അല്ലേ?
അതിനാണ് ഈ ഭാര്യ എന്ന് പറയുന്നത്. അല്ല അങ്ങനെ ഇപ്പൊ ഞങ്ങള് ജനസേവ ശിശുഭവനിൽ സന്ധ്യയെ പോലെ നിരവധി പേര് വന്നിട്ടുണ്ട്, നിരവധി പേര് പല പ്രാവശ്യമായിട്ട്. ഇപ്പൊ ഏകദേശം ഞങ്ങളൊരു കഴിഞ്ഞ ഒരു 3-4 വർഷത്തിലുള്ള ഒരു 100-ൽ പരം അമ്മമാർ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ തന്നെ നിരവധി പീഡനങ്ങൾ സഹിച്ച അമ്മമാരാണ്. അവർക്ക് നിങ്ങൾ നിയമപരീക്ഷയൊന്നും കൊടുക്കാറില്ലേ? അതിനൊരു നിയമപരമായ ഇവരെല്ലാവരും മനസ്സിൽ തന്നെ അഭിപ്രായം, കേസിൽ പോകണ്ട, ഭർത്താവിനെ കുറിച്ച് ഞങ്ങൾക്കൊരു മക്കൾക്ക് ഒരു അച്ഛൻ വേണ്ടേ. മണികണ്ഠൻ മദ്യപാനമൊക്കെ നിർത്തി ഒരാഴ്ച കൂടെ ഒന്ന് പോയി താമസിക്കാമോ കൂടെ? ഇനി കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിന് ഒരാഴ്ച വരും, അതിനുശേഷം പോയിക്കൊള്ളാം. ഒരാഴ്ച അവര് പറഞ്ഞ രക്ഷപ്പെടും. രക്ഷപ്പെടും. പിന്നെ പിന്നത്തെ പ്രശ്നം വെച്ചാൽ മണികണ്ഠൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇപ്പൊ എല്ലാവരും അറിയിച്ചിട്ട് മണികണ്ഠൻ ജയിലിൽ അടക്കേണ്ടി വരും. മണികണ്ഠൻ ആരാന്നോ എല്ലാവർക്കും അറിയാം. പോയി മണികണ്ഠൻ ഇത്രയും നല്ലൊരു മനുഷ്യനായോ എന്ന് എല്ലാവരും പറയണം. സന്ധ്യയ്ക്കും മാറാനുണ്ട്, സ്വഭാവത്തിനും മാറ്റങ്ങൾ വരണം. സന്ധ്യ അവിടെ വാശിയില്ല, ഇവര് തമ്മിലുള്ള വാശിയുണ്ട്. ആ വാശികൾ മാറണം. ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു സ്വഭാവം, ആ പിണക്കങ്ങള് അതെല്ലാം കുറയ്ക്കണം. പറഞ്ഞു കൊടുക്കാൻ അമ്മയുണ്ടോ ഇല്ലയോ, വാശി ഭർത്താവിനോട് എന്ത് വാശിയാ? എന്തായാലും ശരി, തെറ്റ് ചെയ്താൽ ക്ഷമിക്കുക. അവർ ആഹാരമൊക്കെ വെച്ച് കൊടുക്കണം നേരത്തിന്. അങ്ങനെ അതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ കേട്ടത്തോളം എനിക്ക് തോന്നുന്നത് അങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലതുപോലെ നടത്താനുള്ളൊരു ഭാര്യ വേണം. ജോലിക്ക് പോലും പോണ്ട, അയാളെ നോക്കിക്കോളും. അടിക്കില്ല, അത് ഞങ്ങളെല്ലാം ഉറപ്പ് തന്നിരിക്കുന്നു. കുടിക്കില്ല, ഇനി കുടിക്കില്ല. സന്ധ്യ മണികണ്ഠൻ രണ്ടുപേരുടെയും കഥ നിങ്ങൾ കേട്ടല്ലോ. ഇവ രണ്ടുപേർക്കും കുറേ മാറേണ്ടതുണ്ട്. മാറണമെന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, പക്ഷെ അത് തന്നെയാണ് വലിയ വലിയ കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ. കുടി, പിടിവാശി, ഇത് രണ്ടും മാറണം. പിന്നെ ഇതിലെന്തൊക്കെയാണ് ഇനി പറയേണ്ടതെന്ന് അദാലത്തിൻ്റെ ബെഞ്ചിനോട് ചോദിക്കാം. സന്ധ്യ മണികണ്ഠൻ കുടുംബജീവിതത്തിലുള്ള തർക്കങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി നിങ്ങൾ രണ്ടുപേരുടെയും പരിപൂർണ സമ്മതത്തോടുകൂടി നമ്മൾ പരിഹരിക്കുകയാണ്. അത് സംബന്ധിച്ച് പാസ്സാക്കുന്ന അവാർഡാണ് വായിക്കുന്നത്. ശ്രദ്ധിക്കുക. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും കൈരളി ടിവിയും സംയുക്തമായി നടത്തിയ അദാലത്തിൽ സന്ധ്യ മണികണ്ഠൻ ദമ്പതിമാരുടെ കേസിൻ്റെ അവാർഡ് താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി പാസ്സാക്കിയിരിക്കുന്നു. 1. മണികണ്ഠനും സന്ധ്യയും ഒരുമിച്ച് ഒരു ഗവൺമെൻറ് അംഗീകൃത കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരാഴ്ച വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകാൻ പരസ്പരം സമ്മതിച്ചിരിക്കുന്നു. അതിനുശേഷം ഇരു കക്ഷികളും ഒരുമിച്ച് കൗൺസിലിങ്ങിൻ്റെ തീരുമാനത്തിന് വിധേയമായി കുടുംബജീവിതം നയിക്കാൻ സമ്മതിച്ചിരിക്കുന്നു. 2. മണികണ്ഠൻ തൻ്റെ മദ്യപാനശീലം പരിപൂർണമായി ഉപേക്ഷിച്ചുവെന്നും ഭാവിയിൽ ഇനി മദ്യം ഉപയോഗിക്കില്ലെന്നും സമ്മതിക്കുന്നു. ഭാര്യയുടെയും കുട്ടികളുടെയും സംരക്ഷണവും ചിലവുകളും പൂർണ്ണമായി വഹിക്കുന്നതിന് മണികണ്ഠന് സമ്മതമാണ്. 4. പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും മാതൃകാ കുടുംബജീവിതം നയിക്കുന്നതിന് ഇരുവരും സമ്മതിച്ചിരിക്കുന്നു. 5. മേൽ വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും ലംഘനം ഉണ്ടാകുന്ന പക്ഷം ഇരു കക്ഷികൾക്കും നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പരസ്പരം രണ്ടുപേർക്കും സമ്മതമാണ് എങ്കിൽ ഇവിടെ വന്ന് ഒപ്പിട്ട് അവാർഡ് പൂർത്തീകരിക്കും. സമ്മതമാണല്ലോ, ഒരാഴ്ച വന്ന് താമസിക്കാൻ പറയണം. ഓക്കെ, വരും. സന്തോഷമാണോ? എന്താ സന്ധ്യ ഒരു ദുഃഖപുത്രിയായിട്ടിരിക്കുന്നേ? ഇല്ല, സന്തോഷമായിട്ടിരിക്കും. ജീവിതം എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് ജീവിതം. നിങ്ങൾ രണ്ട് വ്യക്തികളാണ്, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരേമാതിരി ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ടേസ്റ്റ് വേറെ, നിങ്ങളുടെ ടേസ്റ്റ് വേറെ. നിങ്ങൾക്ക് ഉപ്പുമാവ് പിടിക്കുമോ, നിങ്ങൾക്ക് ഇഡ്ഡലി ഇഷ്ടമായിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ അങ്ങനെ അങ്ങോട്ടും വിട്ടുവീഴ്ചയില്ലാതെ ജീവിതമില്ല. ഓൾ ദി ബെസ്റ്റ്. ആ വിശ്വാസമില്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോകില്ല. ഭാര്യയെ പരിപൂർണമായി വിശ്വസിക്കണം, ഭാര്യ ഭർത്താവിനെയും വിശ്വസിക്കണം. ജീവിത നൗക എന്ന് കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു കപ്പൽ എന്നാണ് പറയുന്നത്, നൗകയാണത്. അത് സമുദ്രത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില തുറമുഖങ്ങളിലൊക്കെ അടുത്ത് നമ്മൾ ഇന്ധനങ്ങളൊക്കെ കയറ്റി ഭക്ഷണപദാർത്ഥങ്ങൾ കയറ്റിയാണ് ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. വലിയ തിരമാലകളുണ്ടാകും, കൊടുങ്കാറ്റുണ്ടാകും, വലിയ തിമിംഗലങ്ങളൊക്കെ ആക്രമിക്കും. അതിനെയൊക്കെ അതിജീവിച്ച് പോകണം. ജീവിതത്തിൽ സന്തോഷം മാത്രമായൊരു ജീവിതമില്ല.
സന്തോഷമുണ്ടാകും, ദുഃഖമുണ്ടാകും. എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനക്കരുത്തും അംഗീകരിക്കാനുള്ള മനസാക്ഷിയും കാണിച്ച മണികണ്ഠനെ നമ്മൾ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ സന്ധ്യയോട് പറയാനുള്ളത്, ഭർത്താവ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിതനായിട്ട് വരുമ്പം അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുക, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പിടിവാശി എടുക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഉപദ്രവിക്കണം അല്ലെങ്കിൽ മർദ്ദിക്കണം എന്നുള്ളൊരു ടെൻഡൻസി മണികണ്ഠനിൽ ഉണ്ടാകുന്നത്. ഇരുവരും പിരിഞ്ഞതിലുള്ള കാര്യം അല്ലെങ്കിൽ പിരിഞ്ഞു താമസിക്കുന്നതിനുള്ള കാരണം ഭർത്താവായ മണികണ്ഠൻ്റെ അമിതമായ മദ്യപാനമാണെന്ന് ഭാര്യ ആരോപിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായും മദ്യപാനം നിർത്തി എന്ന് ഭർത്താവ് വാഗ്ദാനം നൽകിയപ്പോൾ നിർത്തി എന്ന് വാഗ്ദാനം നൽകി രണ്ടുപേരും കൗൺസിലിങ്ങിന് വിധേയമാകാമെന്ന് സമ്മതിച്ചപ്പോൾ രണ്ടുപേരും ഒത്തുചേർന്നതിലുള്ള അതീവ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഇവിടുത്തെ അദാലത്ത് അവസാനിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് ഇവിടെ ഇരിക്കുന്നവർക്കും ഞങ്ങൾക്കും പ്രത്യേകിച്ച് വേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടത് മണികണ്ഠൻ്റെയും സന്ധ്യേൻ്റെ ജീവിതമാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, രണ്ടുപേരും വേറെ വേറെയായിട്ട് വന്നത്, പക്ഷെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതിനേക്കാൾ എന്താ സന്തോഷം, വേറെ ഒന്നുമില്ല, മനം നിറഞ്ഞ സന്തോഷമാണ്. പരസ്പരമുള്ള വിശ്വാസം മാത്രമല്ല, പരസ്പരമുള്ള തിരിച്ചറിയലും ഒരു നല്ല കുടുംബജീവിതത്തിന് അനിവാര്യമാണെന്നാണ് സിന്ധുവിൻ്റെയും മണികണ്ഠൻ്റെയും ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവർ പുതിയ തീരുമാനങ്ങളുമായി പുതിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജീവിതം സാക്ഷിയുടെ എല്ലാവിധ ആശംസകളും. ജീവിതം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈർലി ടവേഴ്സ്, ആശാൻ സ്ക്വയർ, പാളയം, തിരുവനന്തപുരം.